ചോദ്യങ്ങളൊക്കെ ഇവിടുത്തെ സഖാക്കൾക്കുമുള്ള ചോദ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഇതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അൻവറിനെ എങ്ങനെ പാർട്ടി നേരിടും എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അൻവറിനെ സഖാക്കൾ പിന്തുണച്ചതുകൊണ്ടാണ് അൻവർ ജയിച്ചത് നിലമ്പൂരിൽ എന്ന് പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ, എന്നെ ഇങ്ങോട്ട് പിന്തുണയ്ക്കാൻ സഖാക്കൾ ഇങ്ങോട്ട് വന്നതാണ്, പാർട്ടി ഇങ്ങോട്ട് വന്നതാണ് എന്ന് പി വി അൻവർ മറുപടി നൽകുന്നുണ്ട്. അവിടെ പി വി അൻവർ നിലമ്പൂരിൽ 2ാം സ്ഥാനത്തേക്ക് പോയ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇന്ന് CPI സെക്രട്ടറി പറയുന്നുണ്ട്. അവിടെ CPIയുടെ സ്ഥാനാർത്ഥി എങ്ങനെ പരാജയപ്പെട്ടു എന്ന്. അവിടെ ആ തെരഞ്ഞെടുപ്പിൽ CPMന്റെ പിന്തുണ ആർക്കായിരുന്നു എന്നുള്ള ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. അങ്ങനെ അന്ന് CPI സ്ഥാനാർത്ഥി എങ്ങനെ പരാജയപ്പെട്ടു എന്നതിനെക്കുറിച്ച് ബിനോയ് വിശ്വം പറഞ്ഞില്ല. അൻവറിനെ പൂർണ്ണമായും അൻവർ പറയുന്ന മുഴുവനായി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ പറഞ്ഞ വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു എന്ന് കൂടിയാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ഏതായാലും ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശൈലിക്ക് തുടക്കം ഇട്ടിരിക്കുന്നു പി വി അൻവർ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തെളിവുകൾ കാണിക്കാൻ മാധ്യമപ്രവർത്തകരുമായി സഞ്ചരിക്കാൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്.